സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നല്ല രസമുണ്ടായിരുന്നു. അതെ, കൊറേ ദിവസത്തേക്കുള്ള ടൂർ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ. ഇതിപ്പോ പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നു. പക്ഷേ സന്ധ്യക്ക് മുമ്പ് തിരിച്ചു ചെല്ലാന്ന് പറഞ്ഞത് കൊണ്ടാ ഇന്ന് വരാൻ സമ്മതിച്ചത്. പിന്നെ എങ്ങനെയാ കൊറേ ദിവസത്തേക്ക് ടൂർ പോകുന്നത്? ആ, അതും ശരിയാ. അതെ, ഒരു പ്രശ്നമുണ്ട്. എന്താ? ടയർ പഞ്ചറാ. അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്താ എന്തു പറ്റി? ടയർ പഞ്ചറാണെന്ന്. ആഹാ, അത്ര ഉള്ളോ? അതിന് സ്റ്റെപ്പിനിട്ടാ പോരെ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അത് പക്ഷേ എന്താ? സ്റ്റെപ്പിനിൽ കാറ്റില്ല. കാറ്റില്ലാത്ത സ്റ്റെപ്പിനെയും കൊണ്ട് എന്തിനാ ചേട്ടാ നടക്കുന്നത്? കാലത്തെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല. ഇതൊക്കെ നേരത്തെ നോക്കി വെക്കണ്ടേ? വേറെ ഡ്രൈവറാ വണ്ടി കൊണ്ടുപോയത്. രാത്രി തിരിച്ചെത്തിയപ്പോ ലേറ്റായി. ഞാൻ രാവിലെ ചെന്ന വണ്ടി എടുത്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ അടുത്തെവിടെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ? ഇല്ല, കുറച്ച് ദൂരം പോണം. ഒരു കാര്യം ചെയ്യാം, ടയർ അഴിച്ച് നമ്മുടെ കാറിൽ കൊണ്ടുപോയി ശരിയാക്കി കൊണ്ടുവരാം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മാതാവേ, അതിനി ഒരുപാട് സമയം എടുക്കില്ലേ? ഇപ്പൊ തന്നെ നേരെ ഇരുട്ടാറായി. എങ്കീസേ ഞാൻ കൊണ്ടുവിടട്ടെ. അയ്യോ, അത് വേണ്ട. അത് പിന്നെ വേറെ കുഴപ്പാവും. ഞാനൊന്ന് അമ്മച്ചിയെ വിളിച്ചു നോക്കട്ടെ. നിങ്ങളിത് വേഗം ശരിയാക്കാനുള്ള വഴി നോക്ക്. ആഹാ, ഇസമോളാണല്ലോ. അവള് തിരിച്ചെത്തിയോ? മോളെ, നിങ്ങൾ എത്തിയോ? അത് അമ്മച്ചി. എന്താടി ഒരു പരിങ്ങൽ? ഞങ്ങള് വരാൻ കുറച്ച് ലേറ്റ് ആവും അമ്മച്ചി. അതെന്താ? സന്ധ്യക്ക് മുമ്പ് എത്തുന്നല്ലേ നീ പറഞ്ഞത്? പിന്നെന്താ? അത് വണ്ടിയുടെ ടയർ പഞ്ചറായി പോയി അമ്മച്ചി. ഇസേ, നീ എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ? ഇതെന്ത് കഷ്ടാ! ടയർ പഞ്ചറായി പോയി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. തർക്കുത്തരം പറയുന്നോ? ആ വണ്ടിയിലെ വേറെ ടയറില്ലേ മാറ്റിയിടെ? അതൊന്ന് മാറ്റിയിട്ട് വേഗം വീട്ടിലെത്തിക്കാൻ പറ അവരോട്. അതാ പ്രശ്നമായത്. സ്റ്റെപ്പിന് ടയറിലും കാറ്റില്ലാന്നാ അവര് പറയുന്നത്. അവര് നന്നാക്കാൻ പോയിരിക്കുക. ഓ, എന്റെ മാതാവേ, ഈ പെണ്ണിനെ ഏത് നേരത്താണോ പറഞ്ഞു വിടാൻ തോന്നിയത്? നീങ്ങ് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പാവം പിടിച്ച പപ്പേ ഓരോന്ന് പറഞ്ഞു മയക്കി ഇരുട്ടുന്നതിന് മുന്നേ വരൂന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പൊ പറയുന്ന കേട്ടില്ലേ? നിന്റെ ചേച്ചിയോട്. അവള് പറയുന്ന കേട്ടില്ലേ, വരാൻ താമസിക്കൂന്ന്. മാതാവേ, ഞാൻ സ്വപ്നം കണ്ടുവരെ സംഭവിക്കുവോ? അമ്മച്ചി ഫോൺ കാണുന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നതാടാ? ദേ, നിന്റെ അനിയന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. ചേച്ചി, ഞാൻ എന്ത് ചെയ്തെന്നാ കെവിനെ നീ പറയുന്നേ? സ്വപ്നം കണ്ട കാര്യം ചേച്ചിയോട് പറഞ്ഞല്ലേ? എന്നിട്ട് എന്തിനാ പോയേ? അത് ഞാൻ നേരത്തെ വരാന്നല്ലേ വിചാരിച്ചത്. എന്നിട്ടോ എത്തിയോ? എന്താ ഏഞ്ചൽ മോളെ, എന്ത് സ്വപ്നം മോള് കണ്ടത്? അത് ആനിയമ്മേ, ചേച്ചിയെ കൊറേ പേര് ചേർന്ന് പിടിച്ചോണ്ട് പോകുന്നതും ഉപദ്രവിക്കുന്നതൊക്കെയാ. എന്റെ മാതാവേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? എന്നിട്ടാണ് അവളെ പറഞ്ഞു വിട്ടത്? ഞാൻ ചേച്ചിനോട് പറഞ്ഞതാ, ആരോടും പറയണ്ട. സന്ധ്യക്ക് മുന്നേ വരാന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ. എന്റെ മാതാവേ. ഹലോ ഹലോ, ചേച്ചി ഇങ്ങനത്തെ ഭയങ്കരമായി പോയല്ലോ. ചേച്ചിയുടെ സന്തോഷം മാത്രം നോക്കി പോയില്ലേ? അപ്പൊ തൊണ്ട് ഇവിടെ മനസ്സമാധാനമില്ലാതിരിക്കുക. ഇതുവരെ മരിയൊന്നും കഴിച്ചിട്ടുകൂടിയില്ല. നിങ്ങളുടെയൊക്കെ പറച്ചില് കേട്ടാ തോന്നും എനിക്കെന്തോ പറ്റിയെന്ന്. എനിക്ക് ഒരു കുഴപ്പമില്ല. കുറച്ചു കഴിയുമ്പോ ഞാൻ അങ്ങ് വരും. തന്നിഷ്ടം കാണിക്കാൻ മാത്രം നീ വളർന്നല്ലേ? പപ്പയും അമ്മച്ചിയും പറ്റിച്ച് കാര്യം സാധിക്കാറായല്ലേ? എന്തിനാ അമ്മച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ ഒന്നും ചെയ്തില്ല അല്ലേ? ഏഞ്ചൽ മോൾ സ്വപ്നം കാണുന്നത് മുഴുവൻ ഫലിക്കുന്നു നിനക്ക് അറിയാവുന്നതല്ലേ? എന്നിട്ടല്ലേ നീ പോയത്? അതും കള്ളം പറഞ്ഞ്. ഞാൻ എന്ത് കള്ളാ പറഞ്ഞേ?
സന്ധ്യക്ക് മുമ്പ് വരുമെന്ന് പറഞ്ഞത് സത്യ. വണ്ടിക്ക് ഇങ്ങനെ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞോ? അതിനാണോ എന്നെ ഇങ്ങനെ കൊല്ലാൻ വരുന്നത്? ഞാൻ വെക്കുക. വിളിച്ചോണ്ടല്ലേ ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നത്. ഹലോ, എടി വെക്കരുതെന്ന്. ഹലോ ഹലോ. അയ്യോ, അവള് വെച്ചെന്ന് തോന്നുന്നു. മനസ്സമാധാനം പോയല്ലോ എന്റെ മാതാവേ. ഇനിയിപ്പൊ എന്തു ചെയ്യും? എന്റെ മാതാവേ, ഈ ചേച്ചിക്ക് ഒരു ആപത്തും വരുത്തല്ലേ. സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കണേ. ഇവരെന്താ വരാത്തത്? അവരിപ്പോ അങ്ങ് പോയല്ലേ, കുറച്ചുകൂടി സമയം എടുക്കും. വരൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കഥ പറഞ്ഞുതരാം. വേണ്ട. അയ്യോ, ഫോൺ ഓഫായല്ലോ. എന്റെ ഫോണും ഓഫാ. വീട്ടിലെല്ലാവരും ടെൻഷനാവും. ഇസ പേടിക്കാതെ, അവരിപ്പോ എത്തും. നമുക്കുടനെ പോവാം. വീട്ടിലെത്തും വരെ ഞങ്ങൾ കാറിൽ ഫോളോ ചെയ്യാം. മീരെ, എന്നെ ഇങ്ങനെ പറ്റിക്കാതെ ഇപ്രാവശ്യമെങ്കിലും ആ കൊച്ചിന്റെ പേരൊന്ന് പറഞ്ഞതാ. അവളാണോ? അതെ, ലക്ഷ്മി. ലക്ഷ്മി. ഉറപ്പാണല്ലോ? ഉറപ്പ്. അത് മതി, ഇപ്പൊ വരാം. അതെ, ഒന്നിങ്ങ് വരൂ. ഈ പേര് ഞാൻ കണ്ടുപിടിച്ചു. ലക്ഷ്മി എന്നല്ലേ? അതെ, അതുകൊണ്ട് എന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലായില്ലേ? കാലത്തെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടേ ഇപ്പോഴാണോ പേര് കണ്ടുപിടിച്ചത്? ആ ലാൽജി ചേട്ടനെ എന്നെ കണ്ടപ്പോഴേ എന്റെ പേര് പറഞ്ഞല്ലോ. അതെങ്ങനെ? അതെനിക്കറിയില്ല. അവനൊന്നും മിണ്ടാതെ നടന്ന് പണി ഒപ്പിച്ചല്ലേ. ഇതൊക്കെ എപ്പോ നടന്ന്? ഇത്ര നേരം മെനക്കെട്ട് നടന്ന് ഞാനിപ്പോ ആരായി? കൊരങ്ങൻ. കൊരങ്ങൻ ചാടിപ്പോയി.
ഇസമോൾ എവിടെ നീ? അവള് വന്നിട്ടെന്താ ഇങ്ങോട്ട് വരാഞ്ഞ്? അവള് എത്തിയിട്ടില്ലേ ചായ? എത്തിയിട്ടില്ലേ? അതെന്താ? സന്ധ്യയ്ക്ക് മുമ്പ് വരാന്ന് പറഞ്ഞതല്ലേ? കുറച്ചു മുമ്പ് മോള് വിളിച്ചിരുന്നു. വണ്ടി എന്തോ കേടായിന്ന്, താമസിക്കുമെന്നും പറഞ്ഞു. ഓ, അതിനാണോ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? മോള് വിളിച്ച കാര്യം പറഞ്ഞില്ലേ? അവൾ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ ആനി. അതല്ല ചായ, എനിക്കെന്തോ ഒരു പേടി. നിനക്കല്ലെങ്കിലും പേടിക്കാൻ കാരണമൊന്നും വേണ്ടല്ലോ. നീ ആ ഫോണും തന്നെ, ഞാൻ മോളെ വിളിച്ചോളാം. ഫോൺ ഓഫാണെന്നാണല്ലോ പറയുന്നത്. ഇതായി ചായ ഞാനും പറഞ്ഞത്. എന്തോ പ്രശ്നമുണ്ട്. പിന്നെ അത് മാത്രല്ല. എന്താ നീ വളച്ചേട്ടാത്ത കാര്യം പറ. ഇന്നലെ ഏഞ്ചൽ മോള് സ്വപ്നം കണ്ടെന്ന്. ഇസമോൾക്ക് എന്തോ ആപത്ത് വരുന്നു. എന്റെ മാതാവേ, എന്നിട്ട് ഇതുവരെ ആരും എന്നോടൊന്നും പറയാത്തെന്താ? പിള്ളേരിതൊന്നും എന്നോട് പറഞ്ഞില്ലേ ചായ? ഇപ്പോഴാ ഞാനും അറിയുന്നത്. ഇങ്ങനൊരു കാര്യം കേട്ട് ഏഞ്ചൽ മോളത് മറച്ചു വെച്ചോ? ഇസയോട് എല്ലാം അവള് പറഞ്ഞത്. ഇസയ ആരോടും പറയണ്ടാന്ന് പറഞ്ഞത്. സന്ധ്യയ്ക്ക് മുന്നേ വരൂന്നുള്ള ഉറപ്പില്ല ഏഞ്ചൽ മോൾ അവളെ പോകാൻ സമ്മതിച്ചത്. എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്കാകെ പേടിയാവുക. ഏയ്, നീ ഇങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. നീ മോള് വിളിച്ചതല്ലേ, പിന്നെന്താ? പിന്നെ ചിലപ്പോ ഫോൺ ചാർജ് കയറുന്ന ഓഫ് ചെയ്തായിരിക്കും. എനിക്കറിയാം. ഇച്ച വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയാ. അങ്ങനെ കരുതാതെ നീ. നമ്മുടെ മോൾക്ക് ഒരു അബദ്ധം സംഭവിക്കില്ല. മാതാവില്ല അവളുടെ കൂടെ. നീ മാതാവിനോട് പ്രാർത്ഥിക്ക്. ആ പ്രാർത്ഥനയുള്ളൂ ഇച്ചായ നമുക്കെന്നും. ആ ശക്തി കൂടെ ഉണ്ടെന്നുള്ള ആശ്വാസവും. എങ്കിൽ നീ ധൈര്യമായിട്ടിരിക്കുക. അവളിങ്ങെത്തിക്കോളും. എന്റെ മാതാവ്, ഞങ്ങളുടെ കുഞ്ഞിന് ഒരാപത്തും കൂടാതെ ഇങ്ങ് എത്തിക്കണേ. അതെ, ഈ ലോകം മുഴുവൻ ചതിയന്മാരാ. നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ. അതൊക്കെ എനിക്കറിയാം. അല്ല, ഞാൻ വന്ന വരട്ടെ. സുദീപ് എവിടെടാ? എല്ലാം ഓക്കെ. അവനെന്തി? നീ എന്നോട് മിണ്ടണ്ട. അതെന്താ? നീ ചതിയനാ. ഞാനോ? അതെ, നീ തന്നെ. ഞാൻ എന്താടാ ചെയ്തത്? നീ അവളോട് പോയിട്ട് ആദ്യം പേര് കണ്ടുപിടിച്ച് പറഞ്ഞില്ലേ? ഞാനോ? ആരുടെ പേര്? അവളുടെ പേര്.
ലക്ഷ്മിയുടെയോ? ആ അതെ. അവളുടെ പേര് ലക്ഷ്മി എന്നാന്ന് എനിക്കറിയാം. അതെങ്ങനെ? എടാ, എന്റെ ആന്റിയുടെ വീടിന്റെ അടുത്ത് അവളുടെ വീട്. അവിടെ വെച്ച് അവളുടെ പേര് വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചാ മതിയായിരുന്നല്ലേ, മിസ്സായി. എന്ത്? അല്ല, അവളുടെ പേര്. നിനക്ക് വട്ടാണോടാ? സുദീപ് എവിടെ? അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ആ ഇസയുടെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇസ എവിടെ? അപ്പൊ രണ്ടും കൂടി ഇല്ലേ? ഇണക്കുരുവികൾ രണ്ടും പറന്നു പോയോ? എടാ, രാത്രിയായി. വാ, പോയി നോക്കാം. നീ വാ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാ, ഒന്ന് നോക്കാം. വാ. സുദീപേ, ഇവനിത് എവിടെ പോയി കിടക്കും? ടെൻഷൻ ആയല്ലോ. സുദീപേ, സുദീപല്ലേ കിടക്കുന്നേ? സുദീപേ, എണീക്കടാ. ഇതെന്താ സുദീപേ? എടാ, എണീക്ക്. സുദീപേ, പൊക്കടാ. എടാ, എണീക്ക്, എണീക്ക്. സുദീപേ, എണീക്കടേ. പൊക്കടാ. എണീക്ക്. എന്താ പറ്റിയെ? നീ ഇതെങ്ങനെ വീണേ? സുദീപേ, എടാ, എന്താണ് ഈ പറ്റിയത്? ഇതെവിടെയാ? എടാ സുദീപേ, എന്താ പറ്റിയെന്ന്? എനിക്കൊന്നും അറിയില്ല. ഇസ എവിടെ? എനിക്കറിയില്ല. എടാ, കളിക്കല്ലേ, സത്യം പറ. നിന്റെ കൂടെ അവള് വരുന്ന ഞങ്ങൾ എല്ലാരും കണ്ടതാ. നിങ്ങളെ രണ്ടുപേരെ കാണാത്തോണ്ടാ ഞങ്ങൾ തിരക്കിറങ്ങിയത്. എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഇനി എന്ത് ചെയ്യൂടാ? എങ്ങും കാണുന്നില്ലെങ്കിലേ നമുക്ക് പോലീസിനെ അറിയിക്കാം. എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. എടാ, വാടാ. എങ്കിൽ വാ. എടാ, വാടാ. സർ, ഇന്റലിജൻസ് എന്നൊരു കവർ ബൈ ഹാൻഡായി എത്തിയിട്ടുണ്ട്. എവിടെ? ഞാനത് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. ഇതാണ് സർ. പഴയ തിരിക്കാസല്ലേ? പാസ്വേഡ് അതവര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പ്രശ്നമാണല്ലോ. എന്താ സാർ? ഇവന്മാർ കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇവരാരാ സാർ? ഇവരാണ് ഹാൻഡ്സ് ഓഫ് ഡെവിൾസ്, ചെകുത്താന്റെ കൈകൾ. ഇവർ 6 പേരാണ്. ഇങ്ങനെ മാസ്ക് വെച്ച ഫോട്ടോ കിട്ടിയിട്ട് എന്താണ് കാര്യം സാർ? നമ്മൾ എങ്ങനെ ഇവരെ തിരിച്ചറിയും? ഇവരിങ്ങനെയാണ്. ഇവരെന്നും 6 പേരുണ്ടാവും. ഒരാൾ മരിച്ചാൽ പകരം അടുത്തയാൾ ഈ രൂപത്തിലെത്തും. ഇതല്ലാതെ ഒരു രൂപം ഇവർക്കില്ല.
ലോകത്തിൽ ആർക്കും അറിയാവുന്ന ഒരു ഭാഷയല്ല ഇവർ സംസാരിക്കുന്നത്. ഇവർക്ക് ഇവരുടെ ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവരുടേതായ രീതികളുണ്ട്. ഇവരെന്തിനാ ഇവിടെ എത്തിയത്? സ്പെയിനിലെ വലൻസിയ കത്തീഡ്രലിൽ നിന്നും ഇവർ തിരുക്കാസ മോഷ്ടിച്ചു. അത് കപ്പലിൽ കടത്തുന്ന വഴി മറ്റാരും അടിച്ചു മാറ്റി. അത് നമ്മുടെ ഇവിടെ എത്തി. അതൊരിക്കൽ എന്റെ കൈ കിട്ടിയതാ, പക്ഷെ നഷ്ടപ്പെട്ടു പോയി. അതിപ്പോഴും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവരിത് തേടിയാണ് ഇവിടെ എത്തിയത്. അതിലും വിലപ്പെട്ട മറ്റെന്തോ കൂടി നേടാനുണ്ടെന്നും ഇതിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് അറിയണം. ഇവർക്ക് എന്തിനാ സാർ ഇതൊക്കെ? ഇവർ സാത്താനെ സേവിക്കുന്നവരാണ്. ഭൂമിയിലെ ദൈവീകമായ എല്ലാത്തിനെയും നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം. അതുകൊണ്ടാണ് ഇവരെ സാത്താന്റെ കൈകൾ എന്ന് വിളിക്കുന്നത്. ഇവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. മുന്നിൽ ചെന്ന് പെട്ടാൽ ഒരാളെ അവരുടെ സ്വാധീന വലയത്തിലാക്കാൻ പറ്റുന്ന അത്രയും ശക്തമായ ഹിപ്നോട്ടിക്കൽ എക്സ്പേർട്സ് ആണ് ഇവർ. മൈൻഡ് റീഡിങ്ങും അത്യാവശ്യം എല്ലാ മാർഷൽ ആർട്സും വശത്താക്കിയവരാണിവർ. സാധാരണക്കാരെ കൊണ്ട് ഇവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇവന്മാരൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? സ്കോട്ട്ലൻഡ് യാർഡ്സും ഇന്റർപോളും അടക്കം സകല വിദേശ ഏജൻസികളും ഇവരുടെ പിന്നാലെയുണ്ട്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഉടനെ അറിയിക്കാനാണ് ഓർഡർ. ഇവരെയൊക്കെ പിടിച്ചാ നമ്മൾ പിന്നെ വേറെ ലെവലാ അല്ലേ സാർ? ഇവരുടെ എങ്ങാനും മുന്നിൽ ചെന്ന് പെട്ടാ ഇവര് നമ്മളെ ഒരു ലെവലാക്കും. എന്ന് വെച്ച് എന്റെ മുന്നിലെങ്ങാനും വന്ന് പെട്ടാ ഞാനൊരു കൈ നോക്കും. നമുക്കൊരു ഇന്റർനാഷണൽ കളി കളിച്ചു നോക്കാന്നേ. ഹലോ ഹലോ സാർ, ഞാൻ കൂറമല SI ആണ്. സാറിന്റെ ലിമിറ്റിലെ കുറച്ച് കുട്ടികൾ ഇവിടെ ടൂറിന് വന്നിരുന്നു. അതിലൊരു പെൺകുട്ടി മിസ്സിംഗ് ആണ്. കുട്ടിയുടെ ഡീറ്റെയിൽസ് അറിയാവോ? ഫോട്ടോയും കിട്ടിയ ഡീറ്റെയിൽസും ഞാൻ സാറിന് മെസ്സേജ് ചെയ്യാം. ഞാൻ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാം. ഓക്കെ. അയ്യോ, ഇത് ഇസയല്ലേ? ഏഞ്ചൽ മോളുടെ ചേച്ചി. ഹലോ സർ. ഈ കുട്ടി എനിക്കറിയാം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ്. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്തണം. ഷുവർ സർ, എന്നാലാവുന്നത് ഞാൻ ചെയ്യാം. കുട്ടിയുടെ വീട്ടിൽ അറിയിക്കണ്ടേ സർ? അത് വേണ്ട, ഞാൻ നേരിട്ട് എന്ന് പറഞ്ഞോളാം. ഫോൺ ചെയ്ത് അവരെ പേടിപ്പിക്കണ്ട. ഓക്കെ സർ, ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. ഓക്കെ.